പഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മൾ നല്ലൊരു രസം വെക്കാൻ പോവാണേ. അപ്പൊ ഇതൊരു 5 സ്റ്റീൽ ഗ്ലാസ് വെള്ളമുണ്ട്. അതിന് 4 നല്ല മുഴുത്ത പഴുത്ത തക്കാളി, ഒരു വലിയ വലിപ്പത്തിനുള്ള നെല്ലിക്ക വലിപ്പത്തിനുള്ള പിഴുപുളി, കായം 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ വേണേ, ഉപ്പ് ആവശ്യത്തിന്. ഇവിടെ ഇപ്പം ഞാൻ 2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി അതിനെ ചതയ്ക്കാനായിട്ട് ഒരു 10-12 വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി. ഇനി ഫ്ലേവറിനായിട്ട് ഒരു അരപ്പിടി മല്ലി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ അരിഞ്ഞ് ചേർക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഒരു പാൻ വെച്ചു, അതിലേക്ക് ഇച്ചിരി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇച്ചിരി കടുക് അതിലേക്ക് ഇടാം. അപ്പൊ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ച ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. അപ്പൊ 4 തക്കാളി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇഞ്ചിയും ഉള്ളികളെല്ലാം നന്നായിട്ട് വഴന്നു. അപ്പൊ 4 തക്കാളി അരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വഴലട്ടെ. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാമേ. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, കായം. പൊടികളുടെ പച്ചമണം ഒന്ന് പോയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഒരു നെല്ലിക്ക വലിയ നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്ത് വെച്ചിരുന്നല്ലോ, അത് നല്ലപോലെ പിഴിഞ്ഞ് ഈ വെള്ളത്തിലേക്ക്, നമ്മൾ പറഞ്ഞ 5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ചേർത്ത് വെച്ചേക്കാണ്. ഇനി ഈ പുളിവെള്ളമാണ് നമ്മൾ ഈ അരപ്പ് വഴന്നതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നോക്കട്ടെ, അരപ്പ് വരണോ നോക്കി. നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആ പുളിവെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളഞ്ഞ് ചെറുതായിട്ടൊന്ന് കുറുകുമ്പോഴത്തേന് നമുക്ക് വാങ്ങാം. മല്ലിയില ഇട്ട് വാങ്ങാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ചേരുവയായിട്ടുള്ള മല്ലിയില നമുക്കിട്ട് തീ ഓഫ് ചെയ്യാമേ. അപ്പം സ്വാദിഷ്ടമായ രസം റെഡി.